ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ തുർക്കിയിലെ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിലെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി തന്നെ തയ്യബ് എർദോഗനെതിരെ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ തയ്യബ് എർദോഗന്റെ നയങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ പല ഓപ്പോസിറ്റ് പാർട്ടികളും തയ്യബ് എർദോഗന്റെ നിലപാടുകൾക്കൊക്കെ എതിരാണ്. അപ്പോൾ അവർ കുറച്ച് ലിബറൽ, അതുപോലെ തന്നെ ഇത്തരം തീവ്ര ഇസ്ലാമിക ചിന്ത ഇല്ലാത്ത രീതിയിൽ കുറച്ച് യൂറോപ്പുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആ രീതിയിലുള്ള കൾച്ചറുമായിട്ട് ഒരുമിച്ച് പോകാനാണ് താല്പര്യപ്പെടുന്ന അവിടുത്തെ മെജോറിറ്റി ജനങ്ങൾ. അവിടെ കുറച്ച് പഴഞ്ചൻ ആൾക്കാരുണ്ട്. ഈ പഴഞ്ചൻ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ തയ്യബ് എർദോഗന്റെ നിലപാടുകളുമായിട്ടൊക്കെ താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് തയ്യബ് എർദോഗന്റെ വോട്ട് ബാങ്ക് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ 30-ാം തീയതി അവിടെ ഒരു ഇഷ്യൂ നടന്നായിരുന്നു തുർക്കിയിൽ. അതായത് ഒരു കാർട്ടൂണിസ്റ്റ്, ലെമാൻസ് എന്ന് പറഞ്ഞൊരു മാഗസീനിൽ പ്രവർത്തിക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ടായിരുന്നു. ആ കാർട്ടൂൺ ഞാനിവിടെ കാണിക്കാം. ആ കാർട്ടൂൺ ശരിക്കും പറഞ്ഞാൽ പ്രോഫറ്റ് മുഹമ്മദും അതേപോലെ മൂസ എന്ന് പറയുന്നത് ഈ മോശെ, പ്രോഫറ്റ് മൂസ അഥവാ മോശെ, ഈ രണ്ടുപേരും തമ്മിൽ ഹാൻഡ് ഷേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹാൻഡ് ഷേക്ക് കൊടുക്കുക പറഞ്ഞാൽ അതായത് ഈ അബ്രഹാമിക് അക്കോർഡ് അഥവാ ഈ അബ്രഹാമിക് റിലീജിയൻ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ ഒരു കാർട്ടൂൺ ഇവർ വരച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ കാർട്ടൂണിസ്റ്റിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചു തയ്യബ് എർദോഗന്റെ പാർട്ടി. തയ്യബ് എർദോഗൻ ആണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഈ മതപരമായ കാര്യങ്ങൾ വീണ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ്. കാരണം കുറേ നാൾ കൊണ്ടേ ഇപ്പോൾ ഒരു വർഷമായിട്ട് തന്നെ ഒരു 8-9 മാസമായിട്ട് തയ്യബ് എർദോഗനെതിരെ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇസ്താൻബുളിന്റെ മേയറെ വരെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് 3 മേയറെ കൂടി അഡീഷണൽ ആയിട്ട് ഇപ്പം ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് അവിടുത്തെ പോക്ക്. അപ്പം അതായത് തയ്യബ് എർദോഗന് ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി വരുന്നുണ്ട്, അത് ഉറപ്പാണ്. ഇലക്ഷൻ വെച്ചാൽ തയ്യബ് എർദോഗൻ പുറത്താണ്, അത് 100% ഉറപ്പാണ്. അപ്പോൾ ആ സാഹചര്യം അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഇസ്താൻബുളിൽ യുവാക്കൾ ഇരച്ചു കയറി എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ള രീതിയിൽ പല പ്ലഗാർഡുകളുമായിട്ടൊക്കെ പല ഹോർഡിങ്സുകളുമായിട്ട് നല്ല രീതിയിലുള്ള പ്രക്ഷോഭം നടന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കാർട്ടൂണിസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട 3 പേരെ, പബ്ലിഷ് ചെയ്ത ആൾക്കാർ, എഡിറ്റർ, ഇതൊക്കെ ഉൾപ്പെടെ 3 പേരെ ഈ മാഗസീനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തയ്യബ് എർദോഗനെതിരെയുള്ള ഈ ഓപ്പോസിറ്റ് പാർട്ടികളുടെ ഈ ഒരു മേയർമാരെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അവരെ ഡീറ്റെയിൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പോസിറ്റ് പാർട്ടി ലീഡറായിട്ടുള്ള CHP പാർട്ടിയുടെ ഒസേൽ എന്ന് പറഞ്ഞ വ്യക്തി തയ്യബ് എർദോഗനെ നീ പിന്നെ കസരയിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രാജിവെച്ച് പോവുക, അല്ലാതെ ഈ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ട് ഈ രാജ്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് പെൻഷൻ, ഒരുപാട് പേർക്ക് ഇവിടെ പെൻഷൻ കൊടുക്കാനുണ്ട്. പെൻഡിങ് പെൻഷൻ തന്നെ പ്രോപ്പറായിട്ട് പേ ചെയ്യപ്പെടുന്നില്ല. അതിലുപരിയായിട്ട് ഇവിടെ എനർജി ഇഷ്യൂ ഉണ്ട്, ലോഡ് ഷെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പവർ കട്ട്, ഈ രീതിയിൽ എനർജി ഷോർട്ടേജ് ഉണ്ട് ആ രാജ്യത്ത്. ഇതൊന്നും പരിഹരിക്കാതെ ഇതിനൊന്നും ഒരു രീതിയിലുള്ള കാര്യഗൗരവമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പ്രോഫറ്റ് മുഹമ്മദിന്റെ കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കോമഡി ഇറക്കല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീണ്ടും ഈ ഓപ്പോസിറ്റ് പാർട്ടികൾ ഈ വിഷയത്തെ ആളിക്കത്തിക്കുകയാണ്. ഇനി ഇതിനകത്ത് വേറൊരു ഡൗട്ടും കൂടെ വരുന്നുണ്ട്. ഈ തയ്യബ് എർദോഗന്റെ അറിവോട് കൂടിയാണോ ഈ കാർട്ടൂൺ പബ്ലിഷ് ചെയ്തത്? കാരണം അവിടെ ഒരു മതപരമായ ഒരു തീവ്ര നിലപാടിൽ ചില ആശയങ്ങൾ ഇട്ടുകൊടുത്തോണ്ട് തയ്യബ് എർദോഗന് വീണ്ടും തയ്യബ് എർദോഗന്റെ മതനിലപാടുകൾ ഊന്നി പറഞ്ഞുകൊണ്ട് ആ മതം വെച്ച് കളിക്കാനുള്ള ഒരു ത്വര, അതിന് വേണ്ടിയിട്ട് തയ്യബ് എർദോഗന്റെ സപ്പോർട്ടിൽ തന്നെ ഈ കാർട്ടൂൺ പബ്ലിഷ് ചെയ്യപ്പെട്ടതാണോ എന്നുള്ള ഡൗട്ടും കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊരു സൈഡിലിരുന്നാലും തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സിറിയ, ഇറാൻ, ഇറാഖ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു തുർക്കി ശരിക്കും അവിടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അമേരിക്കയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഏതാണ്ട് നല്ല രീതിയിലുള്ള ഫണ്ട് PKK എന്ന് പറയുന്നത് കുർദിഷ് സംഘടനയാണ്. ഈ കുർദിഷ് സംഘടനയിൽ ശരിക്കും അവരുടെ ഒരു പോഷക സംഘടന എന്ന് പറഞ്ഞത് YPG എന്ന് പറയുന്നത് പീപ്പിൾ ഡിഫൻഡ് യൂണിറ്റ് അല്ലെങ്കിൽ പീപ്പിൾ പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്ന് വിളിക്കാം. പിന്നെ ഈ PKK എന്ന് പറഞ്ഞ ആ ഒരു കുർദിഷ് പാർട്ടിയെ ഓൾറെഡി തന്നെ തീവ്രവാദ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏതാണ്ട് 2006 മുതൽ തന്നെ ഇത് തീവ്രവാദ പട്ടികയിലാണ് ഉള്ളത് ഈ കുർദിഷ് പാർട്ടി. അപ്പം ഈ കുർദിഷ് പാർട്ടിയുമായിട്ടൊക്കെ ഉള്ള തലപ്പത്തുള്ള നേതാവുമായിട്ടൊക്കെ തയ്യബ് എർദോഗൻ ഈ ഇടയ്ക്കാണിത് പീസ് ട്രീറ്റി ഒപ്പിട്ടത്. അതൊക്കെ ജസ്റ്റ് പേരിന് വേണ്ടിയിട്ടാണ്. കാരണം അയാളെ അറസ്റ്റ് ചെയ്ത് വെച്ച് ഇസ്താൻബുളിൽ കൊണ്ടുപോയിട്ടാണ് ഒപ്പിട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പം സെക്യൂർ കസ്റ്റഡിയിലാണ്, ഹൗസ് അറസ്റ്റ് പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഇസ്താൻബുളിലുള്ളത്. അയാൾ ഇപ്പോൾ കുർദിസ്ഥാനിൽ എത്തത്തില്ല. കുർദിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഇയാൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒന്നും ആലോചിക്കാണ്ട് നേരെ ഒപ്പിട്ടത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഈ കുർദിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ അയാളെ തട്ടിക്കളയും. ആ രീതിയിലുള്ള ചില ഇഷ്യൂസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ PKK അഥവാ ഈ ഒരു YPG എന്ന് പറഞ്ഞ ഈ 2 സംഗതികളും സിറിയയിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. ഈ PKK എന്ന് പറയുന്നത് ഇറാഖ്, സിറിയ, ഇറാനിലും ഉണ്ട് ഇവരുടെ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഈ YPG എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത് PKK ഈ കുർദിസ്ഥാൻ പാർട്ടി സപ്പോർട്ടീവായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ഒരു പാർട്ടി
കാരണം അവരെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് ഒരു അടുത്ത നെക്സ്റ്റ് ലെവൽ പാർട്ടിയായിട്ട് പേര് മാറ്റിക്കൊണ്ട് വന്നതാണ് ഈ ഒരു YPG. അപ്പൊ ഇപ്പൊ അമേരിക്ക ഈ YPG അഥവാ ഈ ഒരു PKK പാർട്ടി ഇന്ത്യയോടൊക്കെ ഇങ്ങനെ താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ട്രംപ് കാണിക്കുന്ന പരിപാടികളാണ് ഇതൊക്കെ. $130 മില്യൺ കൊടുത്തിരിക്കുകയാണ്. ഇത് എന്തിന്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്? ഇത് കൊടുത്തിരിക്കുന്നത് ദായിഷിനെതിരെ അവിടെ പോരുതണം. അതായത് ISIS തീവ്രവാദികൾ അവിടെ തലപൊക്കാൻ പാടില്ല, അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത്. 2024 $156 മില്യൺ ഇതേ സംഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 156 മില്യൺ. ഇപ്പൊ 2025 ഏതാണ്ട് 147 മില്യൺ, അതായത് 150 മില്യൺ ആണ് അവർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഒരു 20 മില്യൺ കൊടുത്തു കഴിഞ്ഞു. അതാണ് ഇപ്പൊ കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ശരിക്കും ഈ ദായിഷ് അഥവാ ഈ ISIS എന്ന് പറഞ്ഞ ഈ തീവ്രവാദികൾക്കെതിരെ പൊരുതാനാണ് ഈ ഫണ്ട് ഇവർ കൊടുക്കുന്നത്. ഈ പാകിസ്ഥാനൊക്കെ ഫണ്ട് കൊടുക്കുന്നില്ലേ തീവ്രവാദികൾക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ട്? അതേ നാടകം തന്നെയാണ് അവിടെ നടത്തുന്നത്. അപ്പൊ ഇവർ നടത്തിയിട്ട് ഇവർ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സിറിയയിലെ ഇപ്പോഴത്തെ ഭരണകർത്താവ് ആരാണ്? ഇതിനു മുമ്പ് ISISൽ ഉണ്ടായിരുന്ന ആ വ്യക്തിയാണ് ഇപ്പൊ അവിടുത്തെ ഭരണകർത്താവ്. സിറിയയിലെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഫണ്ട് പോകുന്നതായിട്ട് അമേരിക്കയുടെ സൈഡിൽ പറഞ്ഞു വെക്കുന്നത്. കാരണം അവിടെ ഇനിയിപ്പോൾ ഈ സിറിയയിലുള്ള ഈ ഒരു അഹമ്മദ് അൽ-ഷാരയെ ഏതെങ്കിലും വിധേയനെ എതിർക്കാനോ അവരുടെ സർക്കാരിനെ അട്ടിമറിക്കാനോ സാധ്യതയുള്ളത് ഈ IS തീവ്രവാദികളാണ്. അപ്പോൾ ഈ IS തീവ്രവാദികൾ അവിടെ ഉള്ള സ്ഥിതിക്ക് അവർക്കെതിരെ പൊരുതാൻ വേണ്ടിയിട്ടാണ് ഈ YPG അഥവാ PKKയെ സെറ്റപ്പാക്കി കൊണ്ടുവരുന്നത് അമേരിക്ക. കാരണം ഈ HTS എന്ന് പറഞ്ഞ സംഘടന അത് അത്ര വെൽത്തി ആയിട്ടുള്ള സംഘടനയല്ല. അവർക്ക് ഒറ്റയ്ക്ക് അവിടെ അവർക്ക് ഒറ്റയ്ക്ക് അമേരിക്കയുടെ പിൻബലമില്ലെങ്കിൽ അവർക്ക് അവിടെ തുടർന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ 4 വർഷമൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഓൾറെഡി ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇറാഖിൽ നിന്നും പണി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇറാഖിൽ നിന്നും പണി വരുന്നുണ്ടെന്നുള്ളത് അമേരിക്കയും മുൻകൂട്ടി കാണുന്നുണ്ട്. അമേരിക്കയുടെ ബേസിൽ വരെ ഇന്നലെ അവിടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിരുന്നു. ഇറാഖിന്റെ ഉള്ളിലുള്ള അമേരിക്കൻ ബേസിലേക്ക് ഒരു മിസൈൽ ആക്രമണം ഇന്നലെ നടന്നിട്ടുണ്ട്. അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇത് ആ ഇറാഖിന്റെ സൈഡിൽ നിന്നും തകൃതിയായിട്ട് സിറിയയെ എയിം ചെയ്ത് നടക്കുന്ന വിഷയങ്ങളാണ്. ഇതിന്റെ പുറകിലുള്ളത് IS ആണ്. അപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിറിയയ്ക്കുള്ളിൽ ഇടപെട്ട അമേരിക്കയുടെ അവസ്ഥ ഇപ്പൊ ശരിക്കും ഒരു ദുരന്തമായിട്ട് മാറുകയാണ്. കാരണം വീണ്ടും ഫണ്ട് ഇങ്ങനെ പോകും. അതായത് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നത്? നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് പോകുന്ന ഫണ്ടുകളൊക്കെ കട്ട് ചെയ്യണം, ഡിഫൻസ് സ്പെൻഡിങ് കുറയ്ക്കണം, നമ്മുടെ രാജ്യത്തിന്റെ കടബാധ്യത കുറയ്ക്കണം എന്നല്ലേ പറഞ്ഞുകൊണ്ട് വന്നത് ഇവര്. അപ്പൊ ഇവരുടെ ഒരു നിലപാട് എന്താണ്? ഈ HTSന് $7.42 മില്യൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഫ്രീ ആർമി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ HTSന്റെ അഹമ്മദ് അൽ-ഷാരയ്ക്ക് $7.42 മില്യൺ കൊടുത്തിട്ടുണ്ട് സിറിയയ്ക്ക്. അത് ഫ്രീ ആർമി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് സാങ്ഷൻ മാറ്റി ഉടനെ തന്നെ ഇതാ $7.42 മില്യൺ കൊടുത്തിരിക്കുകയാണ്. കണ്ണും പൂട്ടിയും കൊടുക്കുകയാണ്. ബാക്കിയുള്ളവനൊക്കെ അവിടെ പോയി താരിഫിന് വേണ്ടി കാല് പിടിക്കണം. ഇന്ത്യയും തുർക്കിയുമായിട്ടുള്ള ബന്ധം ഓൾറെഡി തന്നെ വഷളായി കിടക്കാണല്ലോ. അപ്പം ഇന്ത്യയുടെ കോർട്ടിൽ ഈ സെലിബി എന്ന് പറഞ്ഞ ഒരു കമ്പനി എയർപോർട്ടിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് നടത്തിക്കൊണ്ടിരുന്ന കമ്പനി ഇന്ത്യയിലുടനീളം 9 എയർപോർട്ടുകളിൽ ഇവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിനെ ഇന്ത്യ ഷട്ട് ഡൗൺ ചെയ്തു, ക്ലോസ് ചെയ്തു, ക്യാൻസൽ ചെയ്തു ആ അഗ്രിമെന്റ്. അതിനെതിരെ അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. കോർട്ട് അവരുടെ സബ്മിഷൻ റിജക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇത് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യത്തിന്റെ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഇതിനകത്ത് കോടതിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കോടതി അതിനെ റിജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സെലിബി എന്ന് പറഞ്ഞ കമ്പനി പെർമനന്റ് ആയിട്ട് അവർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം. അതാണ് ഒരു വാർത്ത. പിന്നെ അതിലുപരിയായിട്ട് UN വന്നിട്ട് സൈപ്രസിന്റെ ഒരു പീസ് ടോക്കിന് വേണ്ടിയിട്ട് സൈപ്രസുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയും ഗ്രീസും തമ്മിൽ പീസ് ടോക്കിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് ശ്രമിക്കുന്നുണ്ട്. ഇവരെപ്പോഴും കുത്തിത്തിരിപ്പാണ്. ഇവർക്കിപ്പോൾ എന്തിനാണ് അവിടെ പോയി പീസിന് ശ്രമിക്കുന്നത്? അവിടെ പീസിനൊന്നും ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ അവർ ശ്രമിക്കുന്നു, ആസ് യൂഷ്വൽ അവർ ശ്രമം തുടരും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ US-ന്റെ എൻവോയ് ഇന്നലെ ലെബനാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം US എൻവോയ് വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും ലെബനാൻ പറഞ്ഞിട്ടുണ്ട് ഹെസ്ബുള്ളയെ ഡിസാർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹെസ്ബുള്ളയെ ഡീമിലിറ്ററൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സകല ശ്രമങ്ങളും ലെബനാൻ ഗവൺമെന്റ് എടുക്കും എന്നാണ് ജോസഫ് ആവോൻ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. നല്ല കാര്യമാണ്. പക്ഷെ അവര് ആയുധം താഴ്ത്തില്ല, ഞങ്ങൾ പോവില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും തുർക്കി ഈ ഒരു കാർട്ടൂൺ വിഷയത്തിലും അതേപോലെ ഓപ്പോസിറ്റ് പാർട്ടികളുടെ പ്രഷറിലും നല്ല ഞെരുക്കത്തിലാണ് തയ്യബ് എർദോഗന്റെ സ്പീച്ചൊക്കെ ഉണ്ട്. ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇവിടെ വെക്കാം. അതിനകത്ത് ഇതിന്റെ ഈ പ്രൊട്ടസ്റ്റ് നടന്നതും അതുപോലെ തന്നെ തയ്യബ് എർദോഗന്റെ ചെറിയൊരു സ്പീച്ചൊക്കെ ഉണ്ട്. അതായത് ഈ പ്രോഫറ്റ് മൂവ്മെന്റിനെ കുറിച്ച്, അങ്ങനെ ഈ തീവ്രവാദം ആളിക്കത്തിക്കുന്ന രീതിയിൽ ഈ മതവിശ്വാസികളെ ഗൂസ് ബംപിങ് കൊള്ളിക്കുന്ന രീതിയിലുള്ള ചില സ്പീച്ചൊക്കെ തുർക്കി ഭാഷയിലാണ് കൊടുത്തിരിക്കുന്നത്. സബ് ടൈറ്റിൽ ഉണ്ട്. പക്ഷേ പറയുന്നതെല്ലാം ഇത് തന്നെയാണ്, അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതിനൊന്നും അനുവദിച്ചുകൂടാ, നിങ്ങൾ എന്നോടൊപ്പം ഒത്തു നിൽക്കണം, രാജ്യം ഭരിക്കുന്നതിനോടൊപ്പം ഓട്ടോമൻ എംപററിന്റെ ആ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനവും കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ആഞ്ഞു പറയുന്ന ഒരു വീഡിയോ ആണിത്. Mizah kisvesiyle yapılan açık bir
kışkırtmadır. Alçakça bir provokasyondur. Nitekim bu nefret suçuyla ilgili emniyetimiz ve yargımız hemen harekete geçmiş, bahse konu dergi toplatılmış, gerekli süreçler başlatılmıştır. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.